Good afternoon. Hello. Hello. രണ്ടുപേരുണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ നേരത്തെ? ഇല്ല. ആൾക്കാർ വരാനുണ്ട് അപ്പൊ അല്ലേ? ഓക്കെ. അപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നുകൂടി. ഗുഡ് ആഫ്റ്റർനൂൺ. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം ഞാൻ ക്വസ്റ്റ്യൻ തന്നിരുന്നോ വല്ലതും? ഹലോ. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞായിരുന്നു ആൻസർ. അന്നേരം ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ നമ്മൾ പറഞ്ഞതാണ് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ ഇല്ല. എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് പിന്നെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പഠിച്ചു? എന്താ അവരുടെ ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്താണ്? എന്താ അവര് ചെയ്യാം? എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്താണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ? ആൻസർ ഇല്ലേ? പ്രധാനമായിട്ടും എന്താണ് ചെയ്യുന്നത് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്? അവരുടെ ഫങ്ഷൻ എന്താണ്? അറിയില്ല? receive soiled and infected. They are responsible for maintaining the neatness of the linen, staff uniform, lab coats, tailoring service to meet the needs of the patient and the staff. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ ലിനനൊക്കെ വളരെ ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ടൊക്കെ സൂക്ഷിക്കുക, സ്റ്റാഫിന്റെ യൂണിഫോംസ്, അവരുടെ ലാബിൽ ഉപയോഗിക്കുന്ന കോട്ടുകള്, പിന്നെ ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ടൈലറിംഗ് സർവീസസ്, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് ഒരു ഹോസ്പിറ്റലിന്റെ നീഡ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെയും സ്റ്റാഫിന്റെ ഒക്കെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ പറയാ, സേഫ് ആയിട്ട് ക്ലീൻ ആയിട്ട് വളരെ ടൈംലി ഈ ലിനൻസ് ഒക്കെ എന്താ പറയാ സപ്ലൈ ചെയ്യുക, റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസിലേക്ക് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ അത് എന്ത് ചെയ്യുക, തിരിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതും കൂടി അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ, ക്ലീനിങ് മാത്രമല്ല ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ചെയ്യേണ്ടത്, ക്ലീനിങ്ങിന് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണോ ഇതെല്ലാം കളക്ട് ചെയ്തിരിക്കുന്നത് തിരിച്ച് അവിടേക്ക് തന്നെ കൃത്യസമയത്തിന്, ആ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് ക്വാണ്ടിറ്റി എന്നാ പറഞ്ഞേക്കണേ, അത് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളത് കൂടി അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അത് പല ഏരിയാസിൽ നിന്ന്, OPD-യിൽ നിന്നാവാം, IPD-യിൽ നിന്നാകാം, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാകാം, എവിടെ നിന്ന് കൊണ്ടുവരുന്ന ലിനൻസ് ആൻഡ് മെറ്റീരിയൽസ് ആണോ അതൊക്കെ കളക്ട് ചെയ്ത് പ്രോസസ്സിങ്ങും, അതായത് എല്ലാ തരത്തിലുള്ള പ്രോസസ്സിങ്ങും, സോർട്ടിങ്, വാഷിങ്, എക്സ്ട്രാക്ടിങ് എല്ലാം ചെയ്തതിന് ശേഷം തിരിച്ച് അത് എന്താ പറയാ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ, വളരെ സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുത്ത് ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് തിരിച്ചങ്ങോട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്.
ലോണ്ടറിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ലോണ്ടറി സർവീസസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് വായിക്കുന്നില്ലേ നിങ്ങള്? To retain a comfortable and safe environment for the patient, staff, and visitors. ഒന്ന് വായിക്കി. 3 പോയിന്റ് പറയണം. പിന്നെ അത് മാത്രമല്ല, To provide constant supply of qualitative linen to various required areas like IT, operation theatre, OPD, and other areas. ഓക്കെ. പിന്നെ To control hospital infection and retain the quality of care. അതെ, ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതായത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്, സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ്. കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേഷ്യന്റോ വിസിറ്റേഴ്സോ ആരെങ്കിലും ഒക്കെ സ്റ്റാഫോ ഒക്കെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിന്റേതായ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ നീറ്റ്നെസ് ഇല്ലായ്മ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആളുകളെ എന്താ പറയാ ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആണ് കൊടുക്കുക. അപ്പൊ അതൊക്കെ ഇല്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ല കയറുന്നത് എന്നുള്ള രീതിയിൽ ആക്കണമെങ്കിൽ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ സൂക്ഷിക്കണം. മാത്രമല്ല അത് സേഫ് ആയിരിക്കുകയും വേണം. കാരണം എൻവയോൺമെന്റ് ഒരു എന്താ പറയാ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കാതെ നല്ലൊരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് സൃഷ്ടിക്കുക എന്നുള്ളത് കൂടി ഇവരുടെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒബ്ജക്റ്റീവ് ആണ്. മാത്രമല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ഉള്ള ലിനൻസ് കൃത്യസമയത്ത് സപ്ലൈ ചെയ്യുക എന്നുള്ളത് പല ഡിപ്പാർട്ട്മെന്റിലേക്കും പല ഏരിയസിലേക്കും കൃത്യമായിട്ട് അത് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതും മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. മാത്രമല്ല ക്വാളിറ്റി കൺട്രോളിനോടൊപ്പം തന്നെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുകയും വേണം. ക്വാളിറ്റി മാത്രം നിലനിർത്തിയാൽ പോരാ, അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്വാളിറ്റി കെയർ ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഇനി എന്തൊക്കെയാണ് ഇത് എവിടെയായിരിക്കണം ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? പർട്ടിക്കുലർലി എവിടെയായിരിക്കണം ഒരു ലോണ്ടറി സർവീസസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? പറഞ്ഞല്ലോ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചില പ്രത്യേകതകൾ കൂടി ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. എന്താ അത്? ഐസൊലേറ്റഡ് ബിൽഡിംഗ്, ഐസൊലേറ്റഡ് വെന്റിലേഷൻ അല്ലെ, നല്ലൊരു വെന്റിലേഷൻ നാച്ചുറൽ വെന്റിലേഷൻ ഉള്ള സ്ഥലമായിരിക്കണം. പിന്നെ ഐസൊലേറ്റഡ് ബിൽഡിംഗ് ആയിരിക്കും, ഒറ്റപ്പെട്ട ഒരു ബിൽഡിംഗ് ആയിരിക്കണം. പിന്നെ എന്താ പറയാ ഡേ ലൈറ്റ്, അതായത് പകൽ വെളിച്ചം കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ. കാരണം ഇവിടെ കൊണ്ടുവന്ന ലിനൻസ് ഒക്കെ തന്നെ വാഷ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് അതൊക്കെ തരം തിരിച്ച് ഉണക്കാനൊക്കെ ഇട്ടുമ്പോൾ നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള ഡേ ലൈറ്റ്, എന്താ പറയാ നമ്മള് വെയിലത്ത് കിടന്നുണങ്ങുന്നൊക്കെ പറയും അല്ലെ. നമ്മൾ മഴക്കാലത്തൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വളരെയധികം ഇൻഫെക്റ്റഡ് ആകാനുള്ള ബാക്ടീരിയാസ് ഒക്കെ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തണലത്തിട്ട്, അതായത് പുറത്ത് മഴയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പുറത്തിടാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഈ വെയിൽ കൊണ്ടുണങ്ങാത്തതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ പലതരത്തിലുള്ള ചെറിയ കീടങ്ങളൊക്കെ വന്നിരുന്നിട്ട് നമ്മൾ കാണില്ല, കാരണം വെയിൽ കൊള്ളുന്നില്ലല്ലോ. അത് നനഞ്ഞു കിടക്കുന്ന സാധനങ്ങളിലേക്ക് പെട്ടെന്ന് ഇത്തരം കീടങ്ങളൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അവിടെ ഇരുന്ന് എഗ് ലേ ചെയ്യും, അത് അവിടെ ഇരുന്ന് പെരുകും. നമ്മൾ പക്ഷെ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് പെട്ടെന്നൊക്കെ എടുത്ത് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻഡ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഈ ഇച്ചിങ് അല്ലെ, ചൊറിച്ചിലും മറ്റുമൊക്കെ. അപ്പൊ ഇത് വെയിലത്താണ് കിടക്കുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ സഫീഷ്യന്റ് ഡേ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഐസൊലേറ്റഡ് ബിൽഡിംഗ് ആയിരിക്കണം, പവർ സപ്ലൈയും എന്താ പറയാ വാട്ടർ സപ്ലൈയും സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലമായിരിക്കണം. ഇനി എലവേറ്റേഴ്സിന് ക്ലോസ് ആയിരിക്കണം അല്ലെ, നമുക്ക് കയറ്റാനും ഇറക്കാനും ഒക്കെ ലിഫ്റ്റോ അല്ലെങ്കിൽ മറ്റേ എക്സ്കലേറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താ പറയാ സ്റ്റെയിൻഡ് ലിനനും അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്താണ് ചിലപ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത്. സ്റ്റെയിൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മള് പേഷ്യൻസിനെയൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്ലഡും മറ്റുമൊക്കെ വന്നിട്ട് വീണിട്ട് ഉടുപ്പിലോ അല്ലെങ്കിൽ കോട്ടിലൊക്കെ എന്ത് ചെയ്യാം, അത് സ്റ്റെയിൻ ആയിട്ട് അത് പെട്ടെന്ന് പോലെ കറയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കറകളൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസിലൊക്കെ ചിലപ്പോൾ അത് അത്തരം തുണികൾ വാഷ് ചെയ്യേണ്ടി വരും. എല്ലാം കൊണ്ടുപോയി ഇങ്ങനത്തെ കെമിക്കൽസിൽ മുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത്തരം സ്റ്റെയിൻ ഉള്ള ലിനൻസ് മാത്രമേ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാധാ കോട്ടുകൾ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഫ്ലൂയിഡുകളൊന്നും നമ്മുടെ മേത്തും ബ്ലഡും ഒക്കെ പോലത്തെ ഒന്നും വീഴാത്തതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സെപ്പറേറ്റ്ലി. അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാതെ സോർട്ട് ചെയ്ത് കൃത്യമായിട്ട് അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെയാണ് ഒരു സ്പേസ് റിക്വയർമെന്റ്സ്, അതായത് നമ്മുടെ ലോണ്ടറിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാ പറഞ്ഞ നമ്മള് ഫെസിലിറ്റീസ്? decontamination
അതായത് അണുവിമുക്തമാക്കാനുള്ള ഏരിയ വേണം. അതായത് സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്, പിഴിയാനും ഡിസ്ഇൻഫെക്ട് ചെയ്യാനും. അതായത് ഡിസ്ഇൻഫെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് തടയാനുള്ള തരത്തിലുള്ള എന്തെങ്കിലും ലിക്വിഡുകൾ അതിലേക്ക് മുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് ഏരിയ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ റിസീവ് ചെയ്യാനും, അതായത് റിസീവ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, സോർട്ട് ചെയ്യാനും വാഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. സോയിൽഡ് ആയിട്ടുള്ള ലിനനൊക്കെ എന്താ പറയാ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, വാട്ടർ സപ്ലൈ, സ്റ്റീം സപ്ലൈ, പവർ സപ്ലൈ സഫീഷ്യന്റ് ആയിട്ട് വേണം. പിന്നെ ലിനനിന്റെ ക്ലീനിങ് പ്രോസസ്സ് അതിന് വേണ്ടിയിട്ട് ഒരു റൂം വേണം സഫീഷ്യന്റ് ആയിട്ട്. പിന്നെ സ്റ്റാഫിന് അവരുടേതായ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വേണം. അയൺ ചെയ്യാൻ, സ്യൂ ചെയ്യാനായിട്ട്, തുന്നാനോ അല്ലെങ്കിൽ കീറിയതൊക്കെ എന്തെങ്കിലുമൊക്കെ മെന്റ് ചെയ്യാനോ ക്ലോത്ത്സ് ഒക്കെ ഡ്രൈ ചെയ്യാനൊക്കെ ഉള്ള ഏരിയ വേറെ വേണം. പിന്നെ സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം ഉണ്ട്. അതായത് എന്താ സൊല്യൂഷൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കുന്നത് തടയാനുള്ള എന്താ പറയാ ഈ ലിക്വിഡ്സ് ഒക്കെ ചിലപ്പോൾ ചിലതൊക്കെ മിക്സ് ചെയ്യേണ്ടി വരും. അതാണ്. അപ്പൊ അത്തരം സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന സ്ഥലം അത് സെപ്പറേറ്റ് ആണ്. കാരണം കെമിക്കൽസ് ആണ്, അത് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് പല രോഗങ്ങൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ലോക്കബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻസ് കൊടുക്കണം. എന്ന് വെച്ചാൽ മുറിയൊക്കെ താക്കോലും ഒക്കെ പൂട്ടൊക്കെ ഉള്ളതായിരിക്കണം. ലിനൻ ഇഷ്യൂയിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ ക്ലീൻ ചെയ്തു, അയൺ ചെയ്തു, ഫോൾഡ് ചെയ്തൊക്കെ വെച്ചിട്ട് അത് കൊടുക്കുന്ന ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൗണ്ടർ ഉണ്ടായിരിക്കണം. പിന്നെ ക്ലീനിങ് ഏജൻസിനും സ്റ്റോറിങ് ക്ലീനിങ് ലിനൻ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള പ്ലേസ് സഫീഷ്യന്റ് ആയിട്ട് വേണം. പിന്നെ എന്താ പറയാ ഹെവി എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസ്, ഡ്രൈയിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്, എക്സ്ക്യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സഫീഷ്യന്റ് പ്ലേസ്, സൗകര്യങ്ങൾ കുറച്ച് കൂടുതലുള്ള ഇനഫ് സ്പേസ് അത് വേണം. എല്ലാം കൂടി കൊണ്ടുവന്ന് മെഷീൻസ് ഒക്കെ കൂടി കൊണ്ടുവന്ന് കൺജസ്റ്റഡ് ആയിട്ട് ഇടാതെ. പിന്നെ ഡെസ്കുകൾ, കൗണ്ടറുകൾ, ക്യാബിനറ്റുകളൊക്കെ, ഫയലുകളും മറ്റു രജിസ്റ്റേഴ്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസ് കൊണ്ടുള്ള പ്രാധാന്യം, അതുകൊണ്ടുള്ള പ്രാധാന്യം എന്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ഇതിന്റെ പ്രാധാന്യം എന്താ? ലോണ്ടറി സർവീസസ് അത് പേഷ്യന്റിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ സ്റ്റേ ചെയ്ത് കുറച്ച് ദിവസമൊക്കെ കിടന്നിട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, ഗുഡ് എക്സ്പീരിയൻസ്, ഒരു ഫീലിംഗ് കൊടുക്കാനും മാത്രമല്ല ടു അവോയ്ഡ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ, അല്ലെ? അണു പരക്ക അല്ലെങ്കിൽ ബാക്ടീരിയ പരക്കാനുള്ള സാധ്യതയെ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരം അപകടത്തെ നമുക്ക് ഇല്ലാതാക്കാനും ഒക്കെ അല്ലെങ്കിൽ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇതാണ് എന്ത് ചെയ്യുന്നത്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ചെയ്യുന്നത്. ഒരു ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറി ഏതൊരു ഹോസ്പിറ്റലിന്റെയും എൻവയോൺമെന്റിന്റെ ഒരു ഭംഗി കൂട്ടുകയാണ് ചെയ്യാം. അപ്പൊ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ലോണ്ടറി സർവീസസ് കൊണ്ട് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻസ് പകരാനുള്ള സാധ്യതയെ തടയാം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പേഷ്യന്റിന്റെ കംഫർട്ടും സാറ്റിസ്ഫാക്ഷനും. ഒരു പേഷ്യന്റ് അത്രയും ദിവസമൊക്കെ പല ഹോസ്പിറ്റലിലേക്ക് വന്നു, അത് അവിടെ നിന്ന് വിട്ടു പോകുന്നത് വരെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ ചില ഹോസ്പിറ്റൽസിലേക്ക് നമുക്ക് പിന്നീട് രണ്ടാമതൊരു പ്രാവശ്യം കൂടി പോകാനുള്ള മനസ്സ് വരില്ല. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്ലീനിങ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം, വൃത്തിയില്ല, നീറ്റ്നെസ് ഇല്ല എന്നുള്ള രീതി കാരണം കൊണ്ടായിരിക്കാം. എത്ര നല്ല ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമതൊരു പ്രാവശ്യം കൂടി പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമ്മളെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കണം. അപ്പൊ അതായിരിക്കാം. പിന്നെ മാത്രമല്ല ലോണ്ടറി ഒരു സർവീസസ് നല്ലതാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ എസ്തെറ്റിക് വാല്യൂ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും അത് ഒരു കാരണമാകും. പിന്നെ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ഇമേജ് കൊണ്ടുവരാൻ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് കൊണ്ട് സാധിക്കും. ദാറ്റ് മീൻസ് എ ഗുഡ് വാല്യൂ എമംഗ് ദ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു നല്ല ഒരു ഇമേജ്, ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരു ഇമേജ് കൊണ്ടുവരാൻ. പിന്നെ ഈ ലോണ്ടറി സർവീസസിനെ കുറിച്ചിട്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ ഒരു ലോണ്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടേ, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കുറച്ച് പ്ലാനിങ് നമുക്ക് അത്യാവശ്യമാണ്. ആ പ്ലാനിങ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഒന്ന്, ആ ഹോസ്പിറ്റലിന്റെ സൈസ്, വലിപ്പം, ഹോസ്പിറ്റൽ എത്രത്തോളം വലുതാണ്, എത്രത്തോളം കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തില് കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സൈസും അതുപോലെ ഏത് രീതിയിലുള്ള ഹോസ്പിറ്റൽ എന്നുള്ളതും ഒരു ലോണ്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്താണ് അവൈലബിലിറ്റി ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഈ ലോണ്ടറി സർവീസ് അവൈലബിൾ ആണോ?
തൊട്ടടുത്ത് തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ നിയറസ്റ്റ് പ്ലേസിൽ തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നതിനേക്കാൾ അത് അവിടെ കൊടുത്തിട്ടായാലും ചെയ്യാം എന്നുള്ള അവൈലബിലിറ്റി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്താൽ മതി. പിന്നെ വെതർ കണ്ടീഷൻസ്, കാലാവസ്ഥ വലിയൊരു ഘടകമാണ്. നമ്മൾ പറഞ്ഞു ഡേ ലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേ ലൈറ്റ് ഉള്ള സ്ഥലങ്ങളുടെ ആ ഒരു പ്രദേശത്തായിരിക്കും നമ്മളുടെ ലോണ്ടറി സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലാക്കാം ക്ലൈമറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. അപ്പൊ തെരഞ്ഞെടുക്കുമ്പോൾ ലോണ്ടറി വേണമെന്ന് തീരുമാനിക്കുമ്പോൾ അതുകൂടി കണക്കിലെടുക്കുക. നല്ല കാലാവസ്ഥകൾ, അതായത് ആവശ്യത്തിന് വെട്ടവും വെളിച്ചവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്ന ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ടൈപ്പ് ഓഫ് ക്ലയന്റൈൽ എന്ന് പറഞ്ഞാൽ എ ബോഡി ഓഫ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ക്ലയൻസ്, നമ്മളുടെ ഇവിടെ വന്നു പോകുന്ന ക്ലയന്റുകളുടെ അടിസ്ഥാനത്തിൽ അവരെങ്ങനെയുള്ളവരാണ്, ഏതൊക്കെ രീതിയിലുള്ള ആളുകളാണ് വന്നു പോകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ലോണ്ടറി വേണോ എന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അടുത്തത് വൈ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചൂസ് എ ലോണ്ടറി ഓർ ടു ഔട്ട്സോഴ്സ്. ഇനി ചില സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഹോസ്പിറ്റൽസ് അവർ തന്നെ അവരുടെ ലോണ്ടറി സർവീസ് അഫോർഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ദേ ഡിപ്പെൻഡ് ഓൺ ഔട്ട്സോഴ്സ്, പുറത്ത് കൊടുത്തിട്ട് ഇത്തരം ലോണ്ടറി സർവീസസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? അതായത് എന്താ പറയാ, ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്ലിമെന്റിങ് എ ലോണ്ടറി ഓർ ലിനൻ സർവീസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ, ഇത് ഹോസ്പിറ്റലിനകത്ത് തന്നെ ഇത്തരം ഒരു ലോണ്ടറി സർവീസസ് നടപ്പിലാക്കുന്നതിന് പുറമെ അല്ലെങ്കിൽ അത് കൂടാതെ അല്ലെങ്കിൽ അത് ചെയ്യാതെ വൈ ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ഔട്ട്സോഴ്സ്, എന്തുകൊണ്ടാണ് പുറത്ത് കൊടുത്തത് ചെയ്യിക്കുന്നതിന്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്ക്, അല്ലെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് ലേബർ പവർ. അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണെന്ന് അറിയാമോ? ഒരുപാട് തൊഴിൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ. തുണികള് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കളക്ട് ചെയ്യണം, അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ അത് സോർട്ട് ചെയ്യണം, സ്റ്റെയിൻഡ് ആയിട്ടുള്ളത്, സോയിൽഡ് ആയിട്ടുള്ളത്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ പലതായിട്ട് തരംതിരിക്കണം. തരംതിരിച്ചതിനെ സെപ്പറേറ്റ്ലി അത് വാഷ് ചെയ്യണം, ഡിസിൻഫെക്ട് ചെയ്യേണ്ടത് ഡിസിൻഫെക്ട് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ എത്ര തൊഴിലാളികൾ വേണമെന്നാണ് നിശ്ചയിക്കുന്നത് അല്ലെ? ഒരുപാട് ലേബർ പവർ ആവശ്യമുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് അഡ്വാൻസ്ഡ് മെഷീനറീസ്, ഒരുപാട് സാങ്കേതിക വിദ്യ ഉയർന്ന ഈ സാഹചര്യത്തില് വലിയ മൂല്യമുള്ള വിലയുള്ള കുറെ മെഷീനറീസ് അതിനു വേണ്ടി വേണം അല്ലെ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ വാഷിംഗ് മെഷീൻ പോലത്തെ ഒന്നും പോരാ അല്ലെ? അതായത് ഹൈ വാല്യൂ ഉള്ള നല്ല ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള കുറെ മെഷീനറീസ് ആവശ്യമുണ്ട്. അത് അലക്കുന്നതിനും ചിലപ്പോൾ മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ലോണ്ടറി സെറ്റ് ചെയ്തു, പക്ഷെ മഴക്കാലം ഏതെങ്കിലും ഒരു എന്താ പറയാ 2-3 മാസമൊക്കെ മഴയുടെ കാലഘട്ടം ഉണ്ട്. അപ്പൊ പുറത്ത് നമ്മൾ ഡേ ലൈറ്റിനെ മാത്രം ആശ്രയിച്ച് നമുക്ക് അതിനെ ഉണക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലോണ്ടറി നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മെഷീൻസ് അത്രയ്ക്കും എന്താ പറയാ ഉണക്കുന്നതും ഒക്കെയുള്ള മെഷീൻസ് ആണെങ്കിൽ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റും അതനുസരിച്ച് കൂടും അല്ലെ? അപ്പൊ അത്തരം ഫെസിലിറ്റീസ്, അപ്പൊ ഇത് പിന്നെ മാത്രമല്ല ഇതിനൊക്കെ വേണ്ടി വരുന്ന ചെലവ്, മെറ്റീരിയൽ കോസ്റ്റ്, ഇതൊക്കെ ഭയങ്കര ഹ്യൂജ് ആണ് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ തിങ്ക് ഓഫ് ഔട്ട്സോഴ്സിങ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം ലേബർ പവർ കൊടുക്കണോ, അഡ്വാൻസ്ഡ് മെഷീനറീസ് ഉപയോഗിക്കണം, അതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ കുറെ കൊടുക്കണം, അതുപോലെ മെറ്റീരിയൽസ് കുറെ വേണം, അതിനൊരുപാട് എന്താ പറയാ ഒരുപാട് ചെലവുകൾ കോസ്റ്റ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു റിലൈ ഓൺ ഔട്ട്സോഴ്സിങ്. അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ അത് പുറത്ത് കൊടുത്തിട്ട് ഈ പറയുന്ന പ്രക്രിയകളൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അവര് നിർബന്ധിതരാകുകയാണ്. ഇത്തരം ഈ ഒരു ചെലവുകൾ വളരെയധികം ഉയർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അവർക്ക് പോകുന്നത്. മാത്രമല്ല ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇഫ് ദ ആക്ച്വൽ പ്രോസസിംഗ് മെത്തേഡ് ഈസ് നോട്ട് ഫോളോഡ്, അതായത് ഒരു ലോണ്ടറി സർവീസസ് നടത്തുന്ന ആളുകള് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കിട്ടുന്ന ലിനൻസ് ഒക്കെ തന്നെ ഓരോ പ്രത്യേക സോർട്ടിങ് അങ്ങനെ ഓരോ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് ഇത് ചെയ്യേണ്ടതും അതിനെ ഡിസിൻഫെക്ട് ചെയ്യേണ്ടതും. അപ്പൊ നമ്മൾ ആ പ്രോസസിംഗ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ് ഓർ അക്യുറേറ്റ് ആയിട്ട് ഈ പ്രോസസിംഗ് കൃത്യമായിട്ട് നടത്തിയില്ല എങ്കിൽ അത് എന്ത് ചെയ്യും? അതൊരു മേജർ ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിട്ടുക. ദാറ്റ് മീൻസ് അവർ കൊടുക്കുന്ന സേവനത്തില് വളരെയധികം എന്താ പറയാ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതായത് നമ്മൾ വെറുതെ കൊണ്ടുവന്നു തുണി കഴുകി അവിടെ മാറ്റി വെച്ചു, പക്ഷെ പുറത്തെടുത്തിട്ട് തുറന്നു നോക്കുമ്പോ ചിലപ്പോൾ ഡോക്ടർ എടുത്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ വേണ്ടി കോട്ട് എടുത്തിട്ടപ്പോഴായിരിക്കാം അതിലെ സ്റ്റെയിൻ ഒക്കെ അവിടെ തന്നെ ഇരിക്കുന്നു. ഫ്രഷ് ആയിട്ട് എടുത്തോണ്ടതാ, അഴുക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ സ്റ്റെയിൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പൊ സ്റ്റെയിനുകൾ റിമൂവ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ അവർ കൊടുക്കുന്ന സേവനം കൃത്യമായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. ഇഫ് ദ സർവീസസ് പ്രൊവൈഡഡ് ഈസ് നോട്ട് കറക്റ്റ്, അക്യുറേറ്റ് ആയിട്ടുള്ള സർവീസസ് അല്ല ഇവരിത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് റിസൾട്ടിനേക്കാൾ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും അത് കൊടുക്കുക. അപ്പൊ സർവീസ് കറക്റ്റ് ആയണം. അപ്പൊ സർവീസ് കൃത്യമല്ല എങ്കിൽ പുറത്തു കൊടുത്ത് ചെയ്യിപ്പിക്കാം. ഇനി പുറത്തു കൊടുത്ത് ചെയ്യുമ്പോ അപ്പൊ നമുക്കറിയാലോ എന്തെങ്കിലും സ്റ്റെയിൻ
സ്റ്റെയിൻസ് ഒക്കെ നമുക്ക് അവരോട് ഡിമാൻഡ് ചെയ്യാം. ഇതിനകത്ത് ഉള്ള ഈ സ്റ്റെയിൻ പോയിട്ടില്ല, നമുക്ക് ഡിമാൻഡ് ചെയ്യാം. അപ്പൊ നമ്മളിൽ നിന്ന് കാശ് ഈടാക്കുന്നതിന് നമുക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവരോട് അത് ഇങ്ങനെ പോയിട്ടില്ല എന്ന് നമുക്ക് അവരോട് പറഞ്ഞ് അതിനെന്തെങ്കിലും പരിഹാര മാർഗങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ തന്നെ ലോണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഡിസ്ഇൻഫെക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സർവീസ് വളരെ മോശമായിരിക്കും. അപ്പൊ അതിന് ഭേദം പുറത്തു കൊടുക്കുന്നതായിരിക്കും. ഇനി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറിയില് അത് എന്താ പറയാ, പുറത്ത് കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. കാരണം ദേ ആർ ഡീലിംഗ് വിത്ത് ദ പേഷ്യൻസ്. കാരണം ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരുപാട് പേഷ്യൻസുമായിട്ടാണ്. മാത്രമല്ല ദാറ്റ് മീൻസ് ദേ ഹാവ് സ്പെഷ്യലൈസ്ഡ് നീഡ്സ്. അവർക്ക് കുറച്ച് പരിഗണന കുറച്ച് കൂടുതലാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇല്ല എങ്കിൽ ദേ ഹാവ് ടു റെക്കമെൻഡ് ഓർ ദേ ഹാവ് ടു ഗോ ഫോർ ആൻ ഔട്ട്സോഴ്സിങ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് അവരുടെ സ്പെഷ്യൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പുറമെയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ലോണ്ടറി ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ എന്തിലൊക്കെയാണ് ഈ എന്താ പറയാ, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഒരു ലോണ്ടറി ഔട്ട്സോഴ്സിങ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള പണം, ഇക്കോണമി ഓഫ് ദ ഹോസ്പിറ്റൽ, പിന്നെ എന്താ പറയാ അവരുടെ പ്രാക്ടിക്കബിലിറ്റി, അത് കൊണ്ട് നടപ്പിലാക്കാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വശത്ത് നിന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഹോസ്പിറ്റല് ലോണ്ടറി പുറത്തു കൊടുക്കണോ അല്ലെങ്കിൽ തന്നെത്താനെ നമുക്ക് ഇവിടെ ഒരു ലോണ്ടറി സെറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. They have to take a decision for that. അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, they have to first of all study about the details. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ച് ലോണ്ടറി ഇവിടെ തന്നെ സെറ്റ് ചെയ്യണോ അല്ല ഇവിടുത്തെ ലോണ്ടറികളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോയി പുറത്തു കൊടുത്ത് വൃത്തിയാക്കണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് തീരുമാനം എടുക്കും. സോ while they are taking some decisions, they have to consider some factors. അപ്പൊ അങ്ങനെ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് ഇവർ കുറച്ച് കാര്യങ്ങൾ, അവരുടെ ഘടകങ്ങൾ അവർ എന്ത് ചെയ്യണം, അവർ കൺസിഡർ ചെയ്യണം. ആ ഘടകങ്ങളാണ് ഒന്ന് സർവീസ് ക്വാളിറ്റി. പുറത്തു കൊടുത്താൽ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും, അവരുടെ സർവീസിന്റെ ആ ഒരു ഗുണം അത് എത്രയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, അവരുടെ സേവനത്തിന്റെ ആ ഒരു പദവി, ഒരു റെപ്യൂട്ടേഷൻ, അത് മനസ്സിലാക്കണം. പിന്നെ പ്രൈസിങ് എക്യുപ്മെന്റ് യൂസ്ഡ്, അവിടെ ഉപയോഗിക്കുന്ന മെഷീൻസ് ഏതൊക്കെ വിലയിലുള്ള അല്ലെങ്കിൽ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ലോണ്ടറി സർവീസ് എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റർ തിരഞ്ഞെടുക്കുന്നത്. അകത്ത് വേണമോ പുറത്ത് വേണമോ എന്ന്. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ് ഓർത്തിരിക്കണം. അവരുടെ കൊടുക്കുന്ന അവരുടെ എന്താ പറയാ സർവീസ് ക്വാളിറ്റി, റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, പിന്നെ പ്രൈസിങ് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ പ്രൈസുകൾ. ഇതൊക്കെയാണ് ഔട്ട്സോഴ്സിംഗിൽ കൊടുക്കണോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ലോണ്ടറി ഇംപ്ലിമെന്റ് ചെയ്യണോ എന്നുള്ള കാര്യം ചൂസ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ. ഇനി എന്താണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് കൊണ്ടുള്ള നേട്ടങ്ങൾ? പുറത്തു കൊടുത്താണ് നമ്മളിപ്പോ ചെയ്യിക്കണമെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇപ്പൊ ലോണ്ടറി ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു, പുറത്ത് ഒരു ദിവസം ആളുകളിലേക്ക് അതെല്ലാം കൊണ്ടുപോയി വണ്ടി എടുത്ത് കൊണ്ടുപോയി അതവിടെ കൊടുത്ത് കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്തൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അത് പോയി വീണ്ടും കളക്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നാണ്. ഒന്ന്, ഒരു മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ മൂലധനത്തിന്റെ, അതായത് ചെലവ് കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിന് ചെലവ് കൂടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് പരിഹരിക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം ഇത്തരം മെഷീൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് 1-2 ഒക്കെ പോരാണ്ട് വരും അല്ലെ. വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു എന്താ പറയാ വലിയൊരു മുതൽ മുടക്കമുള്ള ഒരു കാര്യമാണ് ഒരു ലോണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും കുറയ്ക്കാനും പറ്റും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്, ഒരു നേട്ടമാണ്. ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. നമുക്ക് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എന്താ പറയാ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ലോണ്ടറിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ മാറ്റിവെക്കുകയാണ്. അപ്പൊ അത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ അത്രയും ആ ഒരു എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വേറെ പല ഇംപ്രൂവ്മെന്റുകൾ നടത്താനുള്ള ഒരു സാധ്യത കുറയാണ് ചെയ്യുക, എഫിഷ്യൻസി കുറയാണ് ചെയ്യുക. അപ്പൊ ഈ ലോണ്ടറി നമ്മൾ ഔട്ട്സോഴ്സിംഗിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാം. കാരണം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ റെഗുലർ ആയിട്ട് നമുക്ക് ലോണ്ടറി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ആയിട്ട് ഇങ്ങനെ കൊടുക്കുക അല്ലെ, എല്ലാ മാസവും അല്ലെങ്കിൽ ദിവസത്തിലോ 2 ആഴ്ചയിലോ ഒക്കെ കൊടുക്കാം. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി കെയർ പ്രൊവൈഡഡ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ്, അവര് പുറത്താണ് ചെയ്യുമ്പോൾ
അവരെന്ത് ചെയ്യും, വളരെ ക്വാളിറ്റി കെയറോട് കൂടിയേ ചെയ്യുള്ളൂ. കാരണം നമ്മൾ അത് തിരിച്ചു വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കും അതിനകത്ത് എത്രത്തോളം സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടോ. അവര് വേറൊരാളുടെ കൊടുത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ വീടുകളിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും അല്ലെ. ചില സ്റ്റെയിൻസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ സാരല്ലേ അവിടെ ഇരിക്കട്ടെ, പക്ഷെ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് ചെയ്യുമ്പോഴോ നമ്മൾ ഡ്രൈ വാഷിന് കൊടുത്തു, അപ്പൊ പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോ എന്താണ് അതിനകത്ത് നമ്മൾ കൊടുത്ത സാധനം ആ ഒരു എന്തെങ്കിലും ഒരു സ്റ്റെയിൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും കൊടുത്തേക്കണേ, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരോട് പറയുന്നത് പോയില്ലല്ലോ, നിങ്ങൾ കാശ് വാങ്ങുകയും ചെയ്തു. അപ്പൊ അവരുടെ സേവനം അത് ഇംപ്രൂവ് ചെയ്ത് ആയിട്ടായിരിക്കുള്ളൂ അവർ തരാൻ നമുക്ക്. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. കാരണം ദേ പ്രൊവൈഡ് ആസ് ദ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്. കാരണം അവർ നമുക്ക് തരുന്നത് തിരിച്ച് നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ ഈ 3 അഡ്വാൻറ്റേജസ് ആണ് ഔട്ട്സോഴ്സിങ്. ലിനൻ ലോണ്ടറി ഒക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന പല നേട്ടങ്ങളാണ്. അതായത് കോസ്റ്റ് ഇഫക്റ്റീവ് ഒരു സൊല്യൂഷൻ ആണ്. പിന്നെ നമ്മുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നു പുറത്തു കൊടുത്ത് ചെയ്യുമ്പോൾ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിലെ ലിനനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്, എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തേക്കണെന്ന് വായിച്ചേ. എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ലിനനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നോട്ടില്ലേ കയ്യില്? ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, OT, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. നോട്ടുണ്ടോ കയ്യിൽ എല്ലാവരുടെയും? ഉണ്ടാ? നോട്ട് ആരെങ്കിലും ഇല്ലെങ്കിലൊന്ന് പറഞ്ഞേ. നോട്ട് എടുത്ത് കൈ വെച്ചിട്ടില്ല? ഇല്ല. ഒരു മിനിറ്റ്. നോട്ട് എടുത്തിട്ടേക്കത് വേറെ ഉള്ളോ? ഓക്കെ. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ, ഹോസ്പിറ്റലിലെ ലിനനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 4 ക്ലാസിഫിക്കേഷൻസ് ആണ്. ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, OT ലേബർ റൂം, പിന്നെ അതുപോലെ പ്രൊസീജിയർ റൂം അവിടുത്തെ ലിനൻ. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ഓരോ പർട്ടിക്കുലർ വിഭാഗത്ത് ഉപയോഗിക്കുന്ന ലിനൻസ് ആണ്. ഇപ്പൊ ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ എല്ലാം മൊത്തത്തില്, അതായത് ജനറൽ ആയിട്ട് അത് കർട്ടൻ ആകാം, അതേപോലെ തന്നെ ടേബിൾ ക്ലോത്ത് ആകാം, അല്ലെങ്കിൽ പല സ്ക്രീൻസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു വാർഡിലൊക്കെ പല സ്ക്രീനുകൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് ഉപയോഗിച്ചേക്കണ തുണികളാകാം. അതൊക്കെയാണ് ജനറൽ പർപ്പസ് ലിനനിൽ വരിക. ഇനി പേഷ്യന്റ് ലിനൻ എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന ഉടുപ്പ്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പർപ്പസിന് അവർക്ക് സെപ്പറേറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാവും നോക്കുക. ക്ലോത്തിങ്, ഉടുപ്പുകള്, അത് ഗൗണ്, കോട്ട, അങ്ങനെയൊക്കെ. അപ്പൊ ചില പേഷ്യൻസിനെ മറ്റ് എന്തെങ്കിലുമൊക്കെ മുറിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇട്ടാലേ പറ്റുള്ളൂ. ആ ഒരു കോട്ട അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പച്ച കളറിലേക്ക് ഉണ്ടല്ലോ അല്ലെ ഹോസ്പിറ്റൽസിൽ, ചിലർക്ക് നീലയാണ്, അങ്ങനെയുള്ള ആ ഒരു കോട്ട് ഇട്ടിട്ടായിരിക്കും. അപ്പൊ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ലിനനാണ് പേഷ്യന്റ് ലിനൻ. വാർഡ് ലിനൻ എന്ന് പറഞ്ഞാൽ വാർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റുകൾ, ബ്ലാങ്കറ്റ്, അവിടെ ഉപയോഗിക്കുന്ന പില്ലോ കവറൊക്കെ. അപ്പൊ കോമൺ ആയിട്ട് കുറെ ബെഡൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു വാർഡിലാകുമ്പോൾ 3-4 ബെഡൊക്കെ ഉണ്ടാവും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റുകളും ബെഡ് കവറുകളും പില്ലോസും ബ്ലാങ്കറ്റും ഒക്കെയാണ് വാർഡ് ലിനനിൽ വരാം. OT ലേബർ റൂം, പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത്, അതായത് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, അങ്ങനെ പിന്നെ കാത്ത് ലാബിലോ അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രബ് സ്യൂട്ടുകൾ, പിന്നെ ഗൗൺ, ക്യാപ്പ് വെച്ചിട്ടൊക്കെ ചില ഗൗണും അതുപോലെ ക്യാപ്പും ഒക്കെ വെച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പ്രവേശിക്കേണ്ടി വരും, അതിനുപയോഗിക്കുന്ന തുണികൾ. ഇതൊക്കെയാണ് OT ലേബർ റൂം, പ്രൊസീജിയർ റൂം എന്ന് പറയുന്ന ലിനനിൽ വരും. അപ്പൊ അക്കോർഡിംഗ് ടു ദ ഫങ്ഷൻസ്, ഓരോന്നിലും എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്സ് ആണ് നമ്മൾ ലിനനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, പിന്നെ OT ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ എന്ന് പറയുന്നത് കേട്ടാ. നോട്ടൊന്ന് ശരിയാക്കി.
ആണ് എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടത്. ഇപ്പൊ സോർട്ടിങ് നടത്തി, സോർട്ടിങ്ങിന് ശേഷം അതിനെയൊക്കെ എന്താ പറയാ ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടത് മാറ്റി, സ്റ്റെയിൻ മാറ്റേണ്ടത് മാറ്റി, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ നമ്മൾ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ഗിവൺ. നല്ലൊരു കെയറിങ് കൊടുക്കണം. അല്ലെങ്കിൽ അത് എന്താ പറയാ ഡിസീസസ് വളരെയധികം സ്പ്രെഡ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോ എന്താ പറയാ ഹെൽത്ത് കെയറിൽ they have to follow some guidelines by to make sure that they are giving right and എന്താ പറയാ സ്പെഷ്യൽ കെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി ടു ദ തിങ്സ് ഓർ മെറ്റീരിയൽസ് വിച്ച് ദേ ആർ ഹാൻഡിലിംഗ്. അവർ ഹാൻഡിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വളരെ കെയറോടുകൂടി, വളരെ പ്രൊട്ടക്ഷനോടുകൂടി, അതുപോലെ വളരെ സേഫ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യണം, അവർ ഉറപ്പുവരുത്തണം. അങ്ങനെ മാത്രമേ ലോണ്ടറി, ഹെൽത്ത് കെയറിലെ ലോണ്ടറി നമുക്ക് വളരെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? ദേ ഹാവ് ടു യൂസ് PPE. എന്താ PPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ PPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ? അത് നമ്മള് എന്താ പറയാ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇപ്പൊ രോഗിയെ ചികിത്സിക്കാനായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോകുമ്പോൾ നമ്മൾ സ്വയം പ്രൊട്ടക്റ്റഡ് ആവണം. അല്ലെങ്കിൽ ആ ആളുടെ നിന്ന് രോഗം നമ്മളിലേക്ക് പകരും. സ്പ്രെഡിങ് തടയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് സ്പ്രെഡിങ് തടയണമെങ്കിൽ ഒരാളിൽ നിന്ന് നമ്മൾ അവരെ കെയർ ചെയ്യാൻ പോകുമ്പോൾ, ടേക്ക് കെയർ ചെയ്യാൻ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ എന്താ പറയാ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് എങ്കിൽ വി ഷുഡ് ഹാവ് ടു ഫസ്റ്റ്ലി ടേക്ക് കെയർ. നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് അതിന് കെയർ കൊടുക്കേണ്ടത്. അതിന് PPE ഉപയോഗിക്കണം. പിന്നെ സ്റ്റെയിൻഡ് ലിനനൊക്കെ വേറെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗുകൾ സെപ്പറേറ്റ് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക. പിന്നെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള, അതായത് കറകളുള്ളത്, അങ്ങനെ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുക. പിന്നെന്താണ്? പെർഫോം ഹാൻഡ് ഹൈജീൻ. നമ്മളെപ്പോഴും വൃത്തിയായിട്ട് നമ്മുടെ കൈയൊക്കെ വൃത്തിയായിട്ടും ഒക്കെ സൂക്ഷിക്കുക. പിന്നെ മാത്രമല്ല ദേ ഹാവ് ടു ബി, അതായത് ദോസ് ആർ വർക്കിംഗ് ഇൻ ദ ലോണ്ടറി, ലോണ്ടറിയിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, ആ ലോണ്ടറി എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലോണ്ടറിനെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽസ്. നമ്മൾ നമ്മളെ തന്നെ, അതായത് ലോണ്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആ ഇൻഫെക്ഷൻസ് തടയാനായിട്ട് അവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ് ഇനി നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നു, പ്രോസസ്സിങ് ചെയ്യുക, സോർട്ട് ചെയ്യുക ലിനൻ അല്ലേ? അപ്പൊ ഈ സോയിൽഡ് ആയിട്ടുള്ള ലിനൻ എന്ന് പറഞ്ഞാൽ അഴുക്കായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള ലിനൻസ്. What are the procedures or processes going on for soiled linen? ഈ സോയിൽഡ് ലിനനിൽ എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്? അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 1 by 1 ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂസ് ചെയ്ത ലിനൻ അത് ഷുഡ് ബി കളക്ടഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ്. അതായത് സെപ്പറേറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരാം. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചിലപ്പോൾ സ്റ്റെയിൻ വന്നുള്ളത്, ബ്ലഡിന്റെ സ്റ്റെയിനോ അല്ലെങ്കിൽ മറ്റു ഫ്ലൂയിഡുകളൊക്കെ വീണതൊക്കെ ഉണ്ട്. ഇത് ആദ്യം തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇത് ചിലപ്പോ ടെയിന്റ് വന്ന്, അതായത് കറയൊക്കെ ബ്ലഡ് ടെയിന്റ് ഒക്കെ വന്നിട്ടുണ്ട്, കറകളുള്ളത് അതൊക്കെ സെപ്പറേറ്റ് വെക്കുക, മരുന്നിന്റെ കറകളുള്ളത് വേറെ വെക്കുക, അങ്ങനെ പല പല കറകളും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഒന്നാമത്തെ പ്രോസസ്സിംഗ് ഓഫ് സോയിൽഡ് ലിനൻ, ഒന്നാമത്തെ പ്രോസസ്സിംഗ് നടക്കുന്നത് സോയിൽഡ് ലിനനിൽ ഏതാണ്? സോർട്ടിംഗ് ആണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തെ സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആണ്. ഇത് സ്ലൂയിസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ അരിക്കുക, പിഴിയുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യണത്? ഹിയർ നമ്മൾ ഇൻഫെക്ഷൻസ് തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ടൈൻഡ് ലിനൻ ആഫ്റ്റർ ദേ ഹാവ് ടു കളക്ട് ദിസ് ടൈൻഡ് ലിനൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി സോക്ഡ് ഫോർ 0.5% ബ്ലീച്ചിങ്. അതായത് ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഒരു 0.5% വരെ ബ്ലീച്ചിങ് സൊല്യൂഷനിൽ നമ്മൾ എത്ര നേരം മുക്കി വെക്കണം എന്നാ പറഞ്ഞേക്കണേ? സോക്ക് ചെയ്യണം, നനച്ചു വെക്കണം. എത്ര സമയത്തോളം? 30 മിനിറ്റ്സോളം അത് നമ്മൾ മുക്കി വെക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ. അതിനുശേഷം അത് വെള്ളം ഉപയോഗിച്ച്, അതായത് നമ്മൾ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഇട്ട് വാഷ് ചെയ്യുന്നതിന് മുമ്പ് വെറുതെ വെള്ളത്തിൽ കഴുകണം. അതായത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ബ്ലീച്ചിൽ സോക്ക് ചെയ്ത് 30 മിനിറ്റ് വെക്കുക. അതിനുശേഷം വെറുതെ വെള്ളത്തിലെടുത്ത് നമ്മൾ വാഷ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൺലി വി ഹാവ് ടു യൂസ് ദ ഡിറ്റർജന്റ് ഫോർ വാഷിംഗ്. അതിനുശേഷമാണ് സോപ്പ് പൊടിയോ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ ഡിറ്റർജന്റ്, ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജന്റോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിനെ വാഷ് ചെയ്യേണ്ടത്. അപ്പൊ സോയിൽഡ് ലിനൻ അങ്ങനെ അത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? അത് ബണ്ടിലാക്കുന്നു. അത് അയൺ ചെയ്തോ അല്ലെങ്കിൽ മടക്കിയോ ഒക്കെ ഡിസ്ഇൻഫെക്റ്റഡ് ആക്കിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് അത് ഹാൻഡ് ഓവർ ചെയ്ത് എവിടേക്ക് ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്
ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ അതിന്റെ സമയത്ത് ഈ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ കീറിയിട്ടുണ്ടോ, തുന്നൽ വിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡാമേജുകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കി അതൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഈ സ്റ്റേജിൽ വെച്ച് ചെയ്യണം. ഏത് സ്റ്റേജില്? സ്ലൂയിസിങ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ടിങ് ആൻഡ് സ്ലൂയിസിങ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത എന്താണ്? അടുത്ത പ്രോസസ്സിംഗ് എന്താണ്? വാഷിംഗ് ആണ്. അത് മറ്റൊരു പ്രോസസ്സിംഗ് ആണ്. എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, കണ്ടീഷണറിൽ മുക്കുക. ചിലപ്പോ ഇങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ടൊക്കെ നിൽക്കേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ വാഷ് ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്തതിന് ശേഷം ഇത്ര കണ്ടീഷൻസിൽ മുക്കുക. പിന്നെ അതിനുശേഷം ചിലപ്പോ പ്രസ് ചെയ്യേണ്ടത്, അയൺ ചെയ്യേണ്ടതുണ്ടായിരിക്കും. അത് സ്റ്റാഫിന്റെ വല്ല കോട്ടുകളും മറ്റൊക്കെ ആണെങ്കിൽ അത് പ്രസ് ചെയ്യുക, അയൺ ചെയ്യുക. അങ്ങനെ ലിനൻ അത്തരം പ്രസ് ചെയ്ത് കണ്ടീഷൻ ചെയ്യേണ്ടതൊക്കെ സെപ്പറേറ്റ് വാഷ് ചെയ്ത് അത് വേറെ വെക്കുക. അപ്പൊ ഇതൊക്കെ എല്ലാം വേറെ വേറെയാണ്. എല്ലാം ഈച്ച് ആൻഡ് എവരി പ്രോസസ്സിങ് കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടെ ചെയ്താൽ മാത്രമേ ഡിസ്ഇൻഫെക്ഷൻ ആവുള്ളൂ. പിന്നെന്താണ്? അതിനുശേഷം നമ്മൾ അയൺ ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡഡ് ആയിട്ടുള്ള അത് ക്ലീൻ ആയിട്ടുള്ള ലിനൻ അത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും നല്ല ഒരു ഉണങ്ങിയ നനവോ ഈർപ്പമോ മോയ്സ്ചറൈസോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്, മോയ്സ്ചർ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി റാക്കുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുശേഷം വെനെവർ ദേ ആർ ആസ്ക്ഡ്, അവർ എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ട്രോളിയിൽ ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഓവർ ടു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അത് ക്യാരി ഓവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 4 സ്റ്റേജസ് ആണ് പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനനിൽ നടക്കുന്നത്. സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിംഗ് ആണ് ഒന്നാമത്തേത്. സോർട്ടിംഗ് ആണ് ഒന്നാമത്തേത്. സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിംഗ് ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കംഫർട്ടിങ്, കണ്ടീഷനിങ് ഒക്കെ ആണ്. പിന്നെ പ്രസ്സിങ്, അയേണിങ്, ഫോൾഡിങ് ഒക്കെയാണ് അടുത്തതിൽ വരിക. അപ്പൊ ഈ 4 പ്രോസസ്സിങ് കൃത്യമായിട്ട് ലോണ്ടറി ചെയ്യേണ്ട, അല്ലെങ്കിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ചെയ്തു കൊടുക്കേണ്ടതാണ് വെൻ ദേ ആർ ഹാൻഡ്ലിംഗ് വിത്ത് സോയിൽഡ് ലിനൻ. അതായത് യൂസ് ചെയ്ത ലിനന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്കിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പ്രോസസിംഗ് സോയിൽഡ് ലിനൻ എങ്ങനെയാണ്, സോർട്ടിങ്, സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയേണിങ്, പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. പിന്നെ സോർട്ട് ചെയ്യേണ്ടി വരും. സോർട്ട് ചെയ്ത് മാറ്റി വെക്കണം, എന്നിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആളുകൾക്ക് കൊടുക്കുന്നു. വീണ്ടും അവരുടെ ഇതിലേക്ക് വീണ്ടും സോയിൽഡ് ആയിട്ടുള്ള ലിനൻ വരുന്നു. അപ്പോഴും വീണ്ടും സോർട്ടിങ്. എന്തായാലും ആദ്യവും സോർട്ട് ചെയ്യും, അവസാനം സോർട്ട് ചെയ്യണം. കാരണം ഇതൊക്കെ എവിടെ നിന്നൊക്കെയാണോ വന്നേ അവിടേക്ക് തന്നെ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ആ സോർട്ടിങ്ങും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു എന്താ പറയാ ഫ്ലോ ചാർട്ടാണ് നമുക്ക് ഈ ലിനനിൽ, അല്ലെങ്കിൽ സോയിൽഡ് ലിനൻ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ചാർട്ട് വേണമെങ്കിൽ നമുക്ക് തെറ്റിച്ചൊക്കെ തരാം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത് ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. ഇവിടെ തുടങ്ങി വായിക്കാം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ ഹോസ്പിറ്റൽ.
ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഔട്ട്സോഴ്സിംഗ് പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്നതാണ് കേട്ടാ. വായിക്കണില്ലേ? വായിക്കുന്നില്ലേ? തുഷാര, ഷാരോണിന്റെ സൗണ്ട് കേൾക്കണില്ല ഇപ്പ? വായിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അധികം നമുക്കറിയാലോ, ഇത് കൂടുതലും പറയുന്നത് തന്നെ ഡിസിൻഫെക്റ്റഡ് ആകണം. ലിനൻ വീണ്ടും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡിസിൻഫെക്റ്റഡ് ആകാതെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ക്രോസ് കണ്ടാമിനേഷൻ ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്.
ആ ചാർട്ട് കൂടി ഒന്ന് നോക്കാം കേട്ടോ, ഫ്ലോ ചാർട്ട്. കഴിഞ്ഞോ? നോക്കി കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. ആ കഴിഞ്ഞു മിസ്സേ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. ഒരു നല്ലൊരു ലോണ്ടറിയിൽ അത്യാവശ്യം വേണ്ട എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങൾ അവിടെ വേണമെന്ന്, ലോണ്ടറിയിലെ എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ വിച്ച് ആർ ദ എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. ഒരു നല്ലൊരു ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ലോണ്ടറി ആണെങ്കിൽ വിച്ച് ആർ ദ എക്യുപ്മെന്റ്സ് യൂസ്ഡ്, പ്രധാനമായിട്ട് എന്തൊക്കെയായിരിക്കും ഉപയോഗിക്കുക? ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് ഏറ്റവും ആദ്യം വേണ്ടത്? വാഷിംഗ് മെഷീൻ ആണ് അല്ലെ. വാഷിംഗ് മെഷീൻ വേണം, ഡ്രയർ വേണം. ഉണങ്ങുന്നതിന് ചില കാലാവസ്ഥയിലൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് മാത്രമല്ല, മഴക്കാലമൊക്കെ വരുമ്പോ നമുക്ക് ഉണങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഡ്രയർ വേണം. പിന്നെന്താ വേണ്ടത്? ഹാൻഡ് അയൺ. ചില നമ്മൾ അയൺ ചെയ്യാൻ പറ്റിയ ഹാൻഡ് മെഷീൻ ഒക്കെ ഉണ്ട് ഇപ്പൊ, അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെന്താ, ഇതൊക്കെ എല്ലാം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ട്രോളീസ് വേണം. പിന്നെന്താ, എയർ കംപ്രസർ വേണം. പിന്നെ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകളൊക്കെ തുണിയിൽ വന്നു കഴിഞ്ഞാൽ, ലിനനിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്യൂഡ്, അതൊക്കെ തുന്നണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു ടിപ്പിക്കൽ ലോണ്ടറിയിൽ വേണ്ട പ്രധാനപ്പെട്ട എക്യുപ്മെന്റുകളാണ്. ഓർത്തിരിക്കുക: വാഷിംഗ് മെഷീന്, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ ആൻഡ് സ്യൂയിങ് മെഷീൻ. ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ട് ഒരു ലോണ്ടറിയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ഇനി സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാൻഡിൽ. ഏറ്റവും വളരെ സേഫ് ആയിട്ട്, വളരെ എന്താ പറയാ, അവിടുത്തെ പേഷ്യൻസിനും അതുപോലെ സ്റ്റാഫിനും ഒക്കെ വളരെ അവരെയൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു എന്താ പറയാ, ഒരു സെൽഫ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ലോണ്ടറി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇതെല്ലാം ഈ കറയൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ സാധ്യമാക്കിയ രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ അവിടുത്തെ സേഫ്റ്റി ഓഫ് ദ എന്താ പറയാ ക്ലയൻസ് ഓർ സ്റ്റാഫ് ഓർ ദ പേഷ്യൻസ് അതൊക്കെ സാധ്യമാകുള്ളൂ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ലിനൻ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ ജോലിക്കാരാണെങ്കിലും ഈ ലിനനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പില്ലേ, അവര് അതൊക്കെ എടുത്തുപയോഗിക്കുമ്പോ അവരുടെ എന്താ പറയാ, അതിനകത്തൊക്കെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള രോഗിയുടെ ഫ്ലൂയിഡുകൾ പലതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ദ ലിനൻ വിച്ച് കംസ് കോൺടാക്ട് വിത്ത് ദ വർക്കേഴ്സുമായിട്ട് നേരിട്ട് എന്താ പറയാ ഇങ്ങനെ സമ്പർക്കത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുക, കൈ കൊണ്ടൊക്കെയാണല്ലോ എടുക്കുന്നത്, അത് നമ്മുടെ ശരീരത്തോട് അടുപ്പിച്ച് വെക്കുക. അപ്പൊ നമ്മള് പ്രോപ്പറായിട്ട് ഇത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു PPE എന്ന് പറയുന്ന, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ധരിക്കാതെയൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത്തരം ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് വി ഷുഡ് യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അത് നമ്മൾ എപ്പോഴും അത് ഉപയോഗിച്ചിരിക്കണം. ഇത്തരം ലിനൻസുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ആൻഡ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, വളരെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും PPE ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ഷുഡ് ബി സെപ്പറേറ്റ്ലി വാഷ്ഡ്. അതായത് മറ്റ് ഐറ്റംസുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ യൂസ്ഡ്, അതായത് സോയിൽഡ് ലിനൻസ് നമ്മൾ വാഷ് ചെയ്ത് സൂക്ഷിക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ വർക്കേഴ്സിന്റെയും സ്റ്റാഫിന്റെ ഒക്കെ സേഫ്റ്റിക്കും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്, നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ലോണ്ടറി കളക്റ്റഡ്, അതായത് എന്തൊക്കെ രീതിയിലുള്ള ലിനനുകളാണ് ഒരു എന്താ പറയാ ഉപയോഗിക്കുന്നത്, അതായത് കളക്ട് ചെയ്യുന്നത്, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിട്ട് കളക്ട് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ലോണ്ടറി എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കണേ.
നേരത്തെ നമ്മൾ പറഞ്ഞത് ലിനൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ലോണ്ടറി ആണ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നതെന്നാണ്. അതും 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. അതും അതിന്റെ പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ പേഷ്യന്റ്. പേഷ്യന്റ് ഒക്കെ ഉപയോഗിച്ച ലിനൻ ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടൈൻറ്റഡ്. അതിനകത്ത് എന്താ പറയാ, കറയൊന്നും അധികം ഇല്ലാത്തത്. അതായത് കറ പുരണ്ടതൊന്നുമില്ല, കറയൊക്കെ വിമുക്തമായതായിരിക്കും. ചിലപ്പോൾ കറയൊന്നും വീഴാതെ പേഷ്യന്റ് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദർ ഈസ് നോ സച്ച് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കറ പിടിക്കുന്ന രീതിയിലുള്ളതൊന്നും വീഴാത്തതാണ് അങ്ങനെ എന്താ പറയാ നമ്മള് യൂസ്ഡ് ലിനൻ എന്ന് വിളിക്കാം. സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത് ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ്. അതിനകത്ത് ബാക്ടീരിയാസ് കലർന്നതായിരിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ടൈന്റുകളൊക്കെ, അതായത് കറകളൊക്കെ പുരണ്ടതായിരിക്കാം. ചിലപ്പോൾ മേ ബി ബ്ലഡ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ആകാം, സെക്രീഷൻസ്. അത് നമ്മൾ നമുക്കറിയാം അല്ലെ, എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള എന്താ പറയാ വിസർജ്യങ്ങളൊക്കെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള മറ്റ് ഐറ്റംസ് ഒക്കെ വീണതായിരിക്കും, അതിന്റെ കറ പുരണ്ടതായിരിക്കും. അത്തരം ലിനനെയാണ് നമ്മൾ സോയിൽഡ് ലിനൻ. യൂസ്ഡ് ലിനൻ only it is used by the patients, but it is not tainted. അതിനകത്ത് കറയൊന്നും പരന്നിട്ടില്ല. സോയിൽഡ് ലിനനിലാണ് ഈ പറയുന്ന പോലെ ബ്ലഡിന്റെയോ അല്ലെങ്കിൽ സെക്രീഷൻസിന്റെയോ എക്സർഷൻസിന്റെയോ അതുപോലെ തന്നെ ഫ്ലൂയിഡിന്റെ ഒക്കെ ടൈന്റുകൾ വന്നിട്ടുള്ള ലിനനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോയിൽഡ് ലിനൻ എന്ന് വിളിക്കാം. അടുത്തത് ഇൻഫെക്റ്റഡ് ലിനൻ ആണ്. അതായത് അതിനകത്ത് ഈ രണ്ട് പെടാം, യൂസ്ഡ് ലിനൻ വരാം, സോയിൽഡ് ലിനൻ വരാം. പക്ഷേ അത് ഇറ്റ് ഈസ് സസ്പെക്ടഡ് ആസ് എ ഇൻഫെക്ഷൻ. അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ളതാണ്. അതായത് അതിനകത്ത് കറയൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, സ്റ്റെയിൻ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇറ്റ് ഈസ് സസ്പെക്ടഡ് ആസ് ഇൻഫെക്റ്റഡ്. അതിനകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ലിനനെയാണ് നമ്മൾ ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് ലിനനും ഈ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനകത്ത് ഫ്ലൂയിഡ്സോ ബ്ലഡോ അതിന്റെയൊക്കെ സ്റ്റെയിനോ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇറ്റ് ഈസ് സസ്പീഷ്യസ്ലി എന്തെന്ന് പറയും നമ്മൾ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ആണെന്ന് നമ്മൾ പറയും. ഇനി എന്താണ് തിയേറ്റർ ലിനൻ? വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഓർ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. സർജിക്കൽ പ്രൊസീജിയേഴ്സിലോ അല്ലെങ്കിൽ തിയേറ്റേഴ്സിലോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലോ ഒക്കെ ഉപയോഗിക്കുന്ന ലിനനെയാണ് നമ്മൾ തിയേറ്റർ ലിനൻ എന്ന് വിളിക്കുക. അപ്പൊ 4 രീതിയിൽ ലിനനുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, പല ലോണ്ടറിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ലിനനുകൾ ഏതൊക്കെയാണെന്ന്. യൂസ്ഡ്, സോയിൽഡ്, ഇൻഫെക്റ്റഡ്, തിയേറ്റർ. ഈ 4 ടൈപ്പ് ലിനൻസ് ആണുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം വേഗം. നമ്മള് അടിച്ചടിച്ച് പോകുമ്പോഴാണ് നമ്മള് ഏറ്റവും ഡൗൺ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ടാബുലാർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാല് റോസും കോളംസും ആ ഒരു ഇതിനെ പറയുന്നതാണ് ടാബുലാർ ഫോർമാറ്റ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഡാറ്റ അതിലൂടെ ഓർഗനൈസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവരുടെ അത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു ഭാഗം പറയുന്ന പേരാ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏറ്റവും ടോപ്പിൽ കാണുന്ന ടൈറ്റിൽ ഭാഗമാണ് അല്ലെ. ഓക്കെ, ഇനി അതിന്റെ താഴെയുള്ള ആ ഒരു ഭാഗം പറയുന്ന പേരെന്താ? താഴെയുള്ളത് പറയുന്നത് ഏറ്റവും താഴെയല്ല, കൈക്കൊണ്ടോന്റെ താഴെയുള്ളത് കഴിഞ്ഞോ വായിച്ച്? ചെയ്യാൻ വേണ്ടി സാധിക്കുമല്ലേ.
ഞാൻ വായിക്കാം. കഴിഞ്ഞാ? ഓക്കെ. അപ്പോ നമ്മള് എന്താ പറയാ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ലിനൻ, അതായത് ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സേഫ് ആയിട്ട് ആണ് നമ്മള് കെയറോട് കൂടി തന്നെയാണ് നമ്മൾ അതിനെ പ്രൊസീജിയേഴ്സ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യേണ്ടത്. ഫോർ ദ ഗുഡ് ഹൈജീൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഹൈജീൻ ആക്കി വെക്കാൻ, അല്ലെങ്കിൽ അതിന്റെ നല്ല എന്താ പറയാ പ്രൊസീജിയേഴ്സ് പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്തേ മതിയാകും. സോ ദേ ഹാവ് ടു യൂസ്, അതായത് പല കാര്യങ്ങൾ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു യൂസ് ഗ്ലൗസുകൾ ഉപയോഗിക്കേണ്ടതുണ്ടാകാം. പിന്നെ എന്താ പറയാ, ഇത്തരം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടൈന്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡുകളൊക്കെ പലതൊക്കെ വീണിട്ടുള്ള അത്തരം ലിനൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ലോണ്ടറി നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു റിമൂവ് ദീസ് തിങ്സ്. അതായത് ചിലപ്പോൾ ഒരു പേഷ്യന്റിന്റെ മേത്ത് കിടക്കുന്ന ഈ ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെക്രീഷൻസ്, ഈ രക്തസ്രാവം ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വീണിട്ടുള്ള ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ദേ ഹാവ് ടു വെയർ ഗ്ലൗസ്. അവർ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം ഇത്തരം പേഷ്യൻസിൽ നിന്ന് ഇതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാനൊക്കെ വേണ്ടിയിട്ട്. മാത്രമല്ല, അത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഗ്ലൗസുകൾ മാറ്റി ഹാൻഡൊക്കെ വാഷ് ചെയ്തിട്ട് വേണം പിന്നെ ഏതെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും ലോണ്ടറിയിലോ മറ്റേതെങ്കിലും പ്രതലത്തിലോ സർഫസിലോ നമ്മൾ തൊടേണ്ടത്. അല്ലെങ്കിൽ ഈ ഗ്ലൗസ് തന്നെ വെച്ചിട്ട് ഗ്ലൗസ് കൊണ്ട് ഇതൊക്കെ ചെയ്തു, എന്നിട്ട് ഈ ഗ്ലൗസ് തന്നെ വെച്ച് നമ്മൾ നമ്മളുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പിന്നീട് ആ ഗ്ലൗസ് റിമൂവ് ചെയ്യാതെ നമ്മൾ ആ ഹാൻഡ് ആ ഗ്ലൗസ് എപ്പാടെ വെച്ചിട്ട് നമ്മളുടെ ഉടുപ്പിലോ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ പോയി ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറിയിൽ ടച്ച് ചെയ്തു എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ ഈ ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും അതിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പോയി നമ്മൾ അതുമ്മയാണ് തുടങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു, അത് നമ്മള് പഠിച്ചിട്ട് നമുക്കറിയാം, ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ ഗ്ലൗസോ അല്ലെങ്കിൽ മാസ്കോ ഒക്കെ വെച്ചപ്പോ ഈ ഗ്ലൗസ് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യണേന്ന് അവര് നമ്മളെ കാണിച്ചു തന്നു. ഒരു പ്രത്യേക രീതിയിലാണ് ഗ്ലൗസ് ഊരേണ്ടത്. വെറുതെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല, അതിനൊരു പ്രത്യേക രീതിയിലാണ് അത് ഊരിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ മറ്റ് ഏതെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ലിനലിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടച്ച് ചെയ്യേണ്ടത്. നമ്മൾ കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസസ്, അതായത് നമ്മളുടെ സാംക്രമികമായിട്ടുള്ള രോഗങ്ങൾ, നമുക്കൊരു കോണ്ടാക്റ്റിലൂടെ അതിനെ അങ്ങനെ പകരുന്ന രോഗത്തെയാണ് നമ്മൾ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ കണ്ടാജിയസ് ആയിട്ടുള്ള ഡിസീസസ് എന്ന് വിളിക്കാം. വൈൽ ഇൻ കോണ്ടാക്ട്, നമ്മൾ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ദീസ് കോണ്ടാജിയസ് ഡിസീസസ് ഹാസ് ടു ബി അവോയ്ഡഡ് ബൈ ടേക്കിംഗ് സർട്ടൻ പ്രിക്കോഷൻസ്. അതിനുവേണ്ടി നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. അത് ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിലും ഹാൻഡ് വാഷ് ചെയ്യുന്നതിലും എല്ലാത്തിലും നമ്മൾ കെയറിങ് കൊടുക്കണം. അപ്പൊ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ഇൻഫെക്ട് ചെയ്യണം. നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണല്ലോ അപ്പൊ ഈ പറയുന്ന ബാക്ടീരിയാസും അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഈ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഇത് കൊണ്ടുപോയി വാഷിംഗ് മെഷീൻ അതിനുശേഷം ഈച്ച് ആൻഡ് എവരി വാഷിന് ശേഷം ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റഡ്. അത് ഓരോ വാഷിനൊക്കെ ശേഷവും, ഓരോ വാഷ് എന്ന് പറഞ്ഞാൽ ഓരോ കുറച്ച് തുണിയിട്ടു അത് ഡിസ്ഇൻഫെക്ട് ചെയ്ത് കൊടുത്തു, അങ്ങനെയല്ല. ഒരു വാഷിംഗ് ഒരു പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് അത് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് വേണം അടുത്ത വാഷിംഗിലേക്ക് പോകാനും അല്ലെങ്കിൽ അടുത്തത് യൂസ് ചെയ്യാനും ഒക്കെ. അല്ലെങ്കിൽ എന്ത് പറ്റും, ആ ബാക്ടീരിയാസ് ഒക്കെ അവിടെ എവിടെയെങ്കിലൊക്കെ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ കിടാനുമായിട്ട് കിടക്കണ്ടാവുമല്ലോ, അത് പോയിട്ടുണ്ടാവില്ല. അപ്പൊ ഡിസ്ഇൻഫെക്ഷൻ വാഷിംഗ് മെഷീനും കൂടി ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ്ലി ഹൈജീനിക് ആവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ഇത്തരം സ്പെഷ്യൽ കെയറുകളൊക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി ലിനനൊക്കെ അവര് ക്ലീൻ ചെയ്യുന്നതും ഹൈജീനിക് ആക്കി വെക്കുന്നതും ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു സപ്പോർട്ടീവ് വിഭാഗമായിട്ടുള്ള ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് അവർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ആ ഒരു മേഖല കൃത്യമായിട്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ ഇതെല്ലാം വൃത്തിയാകുള്ളൂ. അപ്പോ ഇത്ര വരെ ഞാനിപ്പോ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ രണ്ട് കുഞ്ഞു പാരഗ്രാഫ് ഉള്ളൂ. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പല മറിച്ചും തിരിച്ചൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2 പേജ് കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീരും. മാർക്ക് കൊടുക്കുന്നത് എക്സലിനുള്ളിലാണ് നമ്മള് കൊടുക്കുന്നത്. അത് നിങ്ങള് ഈ സെക്രീഷൻസിന്റെ അർത്ഥം രക്തസ്രാവം എന്നാണ് കേട്ടോ. രക്തസ്രാവം. പിന്നെ എക്സ്ക്രീഷൻസ് അറിയാലോ, വിസർജ്യം. ഇതൊക്കെ വീണിട്ടുള്ള സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം, അതിനൊക്കെയാണ് സോയിൽഡ് ലിനൻ എന്ന് വിളിക്കാം. 22 പേരുടെ എന്താ പറയാ പേര് നമ്പർ ഞാൻ അടിച്ചുകൊണ്ടിരിക്കണോ എന്ന് പറഞ്ഞേ, എന്തായാലും ഇരിക്കണോ?
അതായത് ഞാനിപ്പോ എന്റെ പേര് ഷിനുവിന്റെ പേര് ഞാൻ അയച്ചു കൊടുത്തു. ആ രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് എവിടെ വരെയാണോ നമ്പർ വേണ്ടത് അവിടെ വരെ എന്ത് ചെയ്യണം, ഡ്രാഗ് ചെയ്യണം. അപ്പൊ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മള് രണ്ട് നമ്പർ ഞാൻ പറഞ്ഞു എന്റെ പേരിന്റെ ഞങ്ങളുടെ രണ്ട് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ മൗസ് പോയിന്റ് ഇതായി മാറുന്നത് സിമ്പിൾ ആയിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് ഡ്രാഗ് ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. മതിയില്ലേ ഇന്നെടുത്തത്? ഒരു 1.5 പേജുള്ളൂ, 2 പേജില്ല കേട്ടോ, ഒരു 1.5 പേജ് കൂടിയേ ഉള്ളൂ. പക്ഷെ എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ച് അങ്ങനെ കുറെ ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻസ് വരാം. വായിച്ച് നോക്കിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഓക്കെ മതി. അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതാം. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെയാ ക്വസ്റ്റ്യൻ എഴുതി വെച്ചേക്കണതെന്ന് പറയാമോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയത് എവിടെന്നാ നോക്കിയേ? Responsibilities of lab manager. ഏതാ? An efficient and lens can increase dash and reduce the degrees of cross contamination. അതാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ ഹോസ്പിറ്റൽ, അവിടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ ആണോ ചെയ്ത് ഏറ്റവും അവസാനം എഴുതിയേക്കണേ? വേറെ എന്തോ ഹെഡിങ് ആണല്ലോ പറഞ്ഞത്, ഞാൻ ചോദിച്ചപ്പോ ആരോ അത് മാറിപ്പോയതാണോ? ഓക്കെ, ഞാൻ വിചാരിച്ചത് എന്തായി പറഞ്ഞേന്ന്, ഞാനതാ ഇങ്ങനെ വണ്ടടിച്ചിരുന്നേ. ഓക്കെ, ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണെന്നാ പറഞ്ഞേക്കണേ. An efficient and effective linen laundry services can increase patient experience and reduce the danger of cross contamination. അല്ലേ? അതെ അതെ. അതിലെവിടെയായിരുന്നു ഡാഷ് വന്നായിരുന്നേ? പേഷ്യന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ആണോ? പേഷ്യന്റ്, അതെ അതെ. ഓക്കെ, എഴുതിയിട്ടുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ വേഗം. ഇന്ന് എല്ലാവരും ഭയങ്കര ഡള്ളാണല്ലോ. ഞാൻ പറയുന്നത് ലാഗായിട്ടാണ് നിങ്ങളിലേക്ക് എത്തണേ. എനിക്ക് കുറെ കഴിഞ്ഞിട്ടാണ് ആൻസർ കിട്ടുന്ന പോലെ തോന്നണേ. ചില ദിവസത്തെ പ്രത്യേകതയാണോ? ചില ദിവസം എല്ലാവരും ചാടി ചാടിക്കുന്ന ഒരു എനർജി ഇല്ലല്ല. രാവിലെ ഒന്നും കഴിച്ചില്ല, വിശക്കണ്ട? ഒരു എനർജി ഒരു ഇത്തിരി ഡൗൺ ആയിട്ടാ ഉള്ള പോലെയാ നിക്കണേ. വലിയ എനർജി ഇല്ല, അറിയാൻ പാടില്ല എന്താന്ന്. ഈ ഇങ്ങനത്തെ തിയറി മാത്രമായിട്ട് ഉള്ളത് പോയത് കൊണ്ടാണോ? ഇത് മൊത്തം തിയറിയാണല്ലോ, ഇങ്ങനെ വെറുതെ വായിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കാനുള്ളത് മാത്രമാണ്. വേറെ ഏതെങ്കിലും നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന രീതിയിലുള്ളതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ എനർജി ആയിട്ടുള്ള പോലെ ഇരിക്കുള്ളൂ. അല്ലാതിരിക്കുമ്പോൾ എന്തോ ഇതേപോലെ തോന്നണം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം. കുറച്ച് ചാടി ചാടി ഇരിക്കട്ടാ, കുറച്ചുകൂടി എനർജിയോടുകൂടി ഇരിക്കുക. ഞാൻ കുറെ കഴിഞ്ഞിട്ടാ എന്തോ ജാസ്മിൻ ഇല്ലേ? അതാണ് ഈ ജാസ്മിൻ ഇല്ലേ? അതാണ് നോക്കട്ടെ ട്ടാ. ഇന്ന് ജാസ്മിനെ ആദ്യമേ കണ്ടില്ല. ജാസ്മിൻ ഇല്ല. അതാണ്. അപ്പൊ ജാസ്മിന്റെ ഒരു എനർജി കുറവ് ഇവിടെ ഉണ്ട്. ജാസ്മിൻ ഇല്ലെങ്കിൽ അപ്പൊ നമ്മള് ആ കുറവ് നികത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും അതുപോലെ ആവണം. അല്ലെങ്കിൽ പിന്നെ ഒരാളില്ലെങ്കിൽ കണ്ടില്ലേ, ഇത് ഇപ്പൊ ശോകമുഖമായിട്ട് ഇരിക്കണ പോലെ നിങ്ങളുടെ അവിടുത്തെ ഒരു റെസ്പോൺസ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാണ്ടാവുമ്പോഴേ നമ്മള് ഒരു നെഗറ്റീവ് ഇത് വരാന്ന് പറഞ്ഞില്ലേ, നെഗറ്റീവ് എനർജി പറഞ്ഞ പോലെ നമ്മളും ഡള്ളാവും. അതനുസരിച്ച് ഈ പിള്ളേർ പറയുന്നതിനൊന്നും മറുപടി ഇല്ലല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാത്ത ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയണേ എന്നൊക്കെ ഒരു മൈൻഡിലേക്ക് പോകും. അതേസമയം നിങ്ങൾ ചാടി ചാടി പറയുമ്പോ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്കും കൂടി വരും. ജാസ്മിനാണ് ഇവിടുത്തെ എനർജിയുടെ ബൂസ്റ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനർജി ഇല്ലാതിരിക്കുന്ന
എന്തോ തുഷാരിയും കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൽ നിന്നൊക്കെ അതന്നെ അതെന്താ അത് ഷാരോണൊക്കെ ഇടയ്ക്ക് സംസാരിച്ചോണ്ടിരുന്നു. ഇപ്പൊ ഇന്ന് ഷാരോണിന് എന്താ വയ്യായി ഉണ്ടോ? ഷാരോൺ ഇല്ല മിസ്സേ, കുഴപ്പമൊന്നുമില്ല. പിന്നെന്ത് ഒന്നുമില്ല. ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാലും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും എന്തോ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തുഷാരാ, നമ്മളെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വെറുതെ തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ഒന്നും ചെയ്യാനൊന്നും പോലില്ല. നിങ്ങൾ തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്തും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ശരി നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് അല്ലേ പോണത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒരാൾ തന്നെ ഈ 1.5 മണിക്കൂർ ഇന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഇനി ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൊണ്ട് 1.5 മണിക്കൂർ പറയിപ്പിക്കും. 1.5 മണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ് ഒരാൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എടുത്ത ഒരു ടോപ്പിക്കിനെ, ഇന്നലെ എടുത്ത ക്ലാസ്സിനെ കുറിച്ച് ഒരു 20 മിനിറ്റില് നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്തൊന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയുമെന്ന് നോക്കാം. 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വിത്തൗട്ട് എനി ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ 20 മിനിറ്റ് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം, എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ. അങ്ങനെ പറയിപ്പിച്ചു നോക്കിയാലോ, അപ്പൊ ഒരു എനർജി വരുമോ നോക്കട്ടെ. അങ്ങനെ ചെയ്താലോ, നമുക്ക് ഒന്ന് ഈ ഗതി ഒന്ന് മാറ്റി പിടിച്ചാലോ. ദൈവമേ, ഉള്ളത് കൂടി മിണ്ടില്ല ഇനി. അങ്ങനെയാണാ? വേണ്ടാന്നാണോ വേണോന്നാണോ? അല്ലെ ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോളാം, ടീച്ചർ ചോദിക്കുമ്പോ പറഞ്ഞോളാന്നാണോ? എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു മറുപടി പറയൂ. മിസ് ചോദിക്കുമ്പോ പറഞ്ഞോളാം ഞങ്ങൾ. ശരി, അപ്പൊ നിങ്ങള് അതങ്ങനെ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആകെ ഇത്രയും പേരല്ലേ ഉള്ളൂ. കുറെ പേര് മറ്റേ ക്ലാസ് ഇതിന് വേറൊരു ബാച്ച് ഉണ്ട് നമുക്ക്. അപ്പൊ അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേഗം വേഗം മറുപടി പറയും. ഇത് എനിക്ക് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ നെറ്റിന്റെ പ്രശ്നം കൊണ്ടാണോ? ഭയങ്കര കുറച്ച് അങ്ങനെ കുറച്ചു നേരം ചോദിച്ചിട്ട് ഇങ്ങനെ 2 സെക്കൻഡ് നോക്കിയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉത്തരം വരുന്നുള്ളൂ. അപ്പൊ ഇനി അതിന്റെ പ്രോബ്ലം ആണോ എന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേഗം പറഞ്ഞുകൊണ്ടിരിക്കാട്ടാ, അപ്പോഴാണ് ക്ലാസ് ഒരു സുഖാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തിരിക്കുന്ന ആളുകൾ അവിടെ തന്നെ ഉണ്ടോ, ഉറങ്ങിപ്പോയോ, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയോ, ഇഷ്ടപ്പെടാണ്ട് എന്നൊക്കെ നമുക്കൊരു ഫീൽ വരുവേ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following is the importance of laundry service in hospital? Laundry service in hospital. Laundry service in hospital. Which of the following എന്നുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, താഴെ എഴുതാം. പോസിറ്റീവ് പബ്ലിക് ഇമേജ്. അടുത്ത ഓപ്ഷൻ പ്രിവെൻഷൻ ഓഫ് transmission of infection. Third option, aesthetic value. AESTHETIC. Aesthetic value. Last one, all the above. Aesthetic value കഴിഞ്ഞിട്ട് all the above. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. What is outsourcing? What is outsourcing? What is outsourcing?
അടുത്തത് medical linens are always medical linens are always exposed to dash and dash. Medical linen are always exposed to dash and dash. Dash and dash. അടുത്ത question. Which are the factors to be considered? Which are the factors to be considered while selecting a laundry service? While selecting a laundry service. While selecting a laundry service. അടുത്ത question. More cost-effective solution. More cost-effective solution. More cost-effective solution is an advantage of. Is an advantage of. Is an advantage of dash service. Is an advantage of dash service. Next one. Give some examples for. Give some examples for. Give some examples for general purpose linen. General purpose linen. Give some examples for general purpose linen. Next one. Surgical gown. Surgical gown is an example for. Is an example for. Surgical linen is an. Surgical gown is an example for dash linen. Dash linen. അടുത്തത്. Which are the steps included in. Which are the steps included in the processing of linen? Which are the steps included in the processing of linen? Steps included in the processing of linen. അടുത്തത്. Which are the commonly used equipments? Commonly used equipments. Which are the commonly used equipments in a typical laundry? In a typical laundry. Typical laundry. Next one. Dash linen is. Dash linen is used in. Dash linen is used in operation theaters or. Operation theaters or surgical
procedures. Surgical procedures. Okay. ഇത്രയും എത്ര ക്വസ്റ്റ്യൻസ് ആയി ഇപ്പൊ? 10. ഓക്കെ. അപ്പൊ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരു 2 മിനിറ്റ് നമുക്ക് സമയം തരാം. നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക കേട്ടാ. വേഗം ഒന്ന് അങ്ങോട്ട് എഴുതി നോക്കിയേ. പറ്റാവുന്നിടത്തോളം എഴുതാ. 5 എണ്ണത്തിന്റെ ആൻസർ ഒന്ന് വേഗം കണ്ടുപിടിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. ബാക്കി 5 എണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. 5 എണ്ണത്തിന്റെ ആൻസർ വേഗം എഴുതുക കേട്ടാ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്താ യൂസ് ചെയ്തു നമ്മൾ യൂസ് ചെയ്യാം. 5 എണ്ണത്തിന്റെ എഴുതിയാ മതി. ബാക്കി 5 എണ്ണം നിങ്ങൾ അടുത്ത ദിവസം നമുക്ക് അത് കൂടാതെ നമുക്ക് സംഖ്യകൾ നമ്മൾ കുറയ്ക്കണം, അല്ലെങ്കിൽ പഠിക്കണം, അതിനൊക്കെ വരെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണം? നമ്മള് സെല്ല് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മള് ഈക്വൽ ഇടണം. എന്നിട്ട് ഏത് നമ്പർ ആണോ 2 നമ്പറുകൾ ഇപ്പൊ 14 - 20 ആണെങ്കിൽ 14 കൊടുത്തിട്ട് മൈനസ് ഇട്ടിട്ട് 20 കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഉപയോഗിക്കുന്നത് അഡീഷണലിറ്റി മാത്രമാണ്. സബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണം. അത് നമ്മള് ടോട്ടലായിട്ട് ആളുകളുടെ ഫുള്ളായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ഷൻ കിട്ടി 5 എണ്ണം. അടിച്ചു കൊടുക്കണം. ടൈപ്പ് ചെയ്യാൻ കൂടാതെ നമുക്ക് കഴിഞ്ഞോ? 5 എണ്ണത്തിന്റെ കിട്ടി. ബാക്കി എല്ലാവർക്കും കിട്ടിയോ? ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റോ കാണാൻ പറ്റും. നമുക്ക് എത്രയാണോ റോബിൻസ് വേണ്ടത് ആ ഒരു നമ്പർ 50 ആണ് വേണ്ടത്. കോളം ആണ് പരിപാടിക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ആ ഫോർമാറ്റില് കോളം വിട്ടുണ്ടാക്കും. അപ്പൊ അതിന്റെ ഒരു എത്രയാണോ 50 ആണ് വേണ്ടതെങ്കിൽ കൊടുത്താൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു 5 എണ്ണം കിട്ടിയോ എല്ലാവർക്കും? ബാക്കിയുള്ളവർക്ക് കിട്ടി. കിട്ടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളട്ടാ. 5 എണ്ണത്തില് 5 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ പറയാം. ജിനു കിട്ടിയില്ലേ? ജിനു ഇല്ല അവിടെ. ഓപ്പൺ ആക്കി വെച്ചിട്ട്. നവമി ഉണ്ടോ? 5 എണ്ണം കിട്ടിയോ ആൻസർ? കിട്ടി. ഷാരോണോ? 5 എണ്ണം കിട്ടിയില്ല മിസ്സേ. എത്രാമത്തെ? മൂന്നാമത്തെ ആയിരുന്നു. ബാക്കി 5 എണ്ണത്തിന്റെ ആൻസേഴ്സ് നിങ്ങൾ ഒന്ന് കണ്ടെത്തിയിട്ട് വരാം കേട്ടാ. 5 എണ്ണം നമ്മളിപ്പോ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ബാക്കി 5 എണ്ണം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാം. വായിച്ചൊക്കെ നോക്കുക. കുറച്ചുകൂടി എനർജിയിലൊക്കെ വരാം കേട്ടാ. ആരെങ്കിലും ഫുഡൊക്കെ കഴിക്കാതെ കയറുന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എനർജിയൊക്കെ ഇതാക്കിയിട്ട്. ഓക്കെ.
നാളെ കാണാം. ബൈ. Thank you, miss. Okay. Thank you.